ഹായ് ഓൾ, വെൽക്കം ടു ഫാൽക്കൺ PSC. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോം ലെവൽ എക്സാമിനേഷൻ്റെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ പോലീസ് ആവണമെങ്കിൽ എന്തും കൂടെ അറിഞ്ഞിരിക്കണം, ലോയും കൂടെ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ ലോ നിങ്ങളിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താനുള്ള അറ്റംപ്റ്റ് ആണ് ഞാൻ നടത്തുന്നത്. എൻ്റെ പേര് അഡ്വക്കേറ്റ് ലക്ഷ്മിപ്രിയ എന്നാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഒരു സഹപാഠിയായിട്ടോ ഒരു ഫ്രണ്ടായിട്ടോ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്, ലോ പഠിക്കുകയാണ്. ഓക്കെ, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ലോ ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണ് എന്നുള്ളൊരു രീതിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ കൂടെ എന്തിനും ധൈര്യപൂർവ്വം നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ രസകരമായ അനുഭവത്തിലൂടെ നമ്മൾ കോഡുകളിലൂടെ കുറച്ച് സിനിമാ കഥകളിലൂടെയൊക്കെ എന്ത് പഠിക്കുന്നു, ലോ പഠിക്കുന്നു. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, IPC, CRPC, എവിഡൻസ് ആക്ട്. പക്ഷേ പണ്ടുണ്ടായിരുന്ന നിയമങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ റിപ്പീൽ ചെയ്തു പോയി. റിപ്പീൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമം നമ്മൾ ഒഴിവാക്കി. പണ്ടുണ്ടായിരുന്ന IPC നമ്മൾ ഇല്ലാണ്ടാക്കി. അതുപോലെ തന്നെ നമ്മളുടെ CRPC ഇപ്പോൾ ഇല്ല. അതുപോലെ എവിഡൻസ് ആക്റ്റും ഇപ്പോൾ ഇല്ല. അതിന് പകരം പുതിയ പേരുകളിൽ സെക്ഷനൊക്കെ ഒന്ന് മാറ്റി പുതിയ കുറച്ച് കുറ്റകൃത്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പുതിയ കുറച്ച് കാര്യങ്ങളെയൊക്കെ എടുത്ത് മോഡിഫൈ ചെയ്ത് ആ നിയമം പുതിയൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന് 3 പേരുകൾ അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ 3 പേരുകൾ? അതാണ് BNS. BNS എന്ന് പറയുമ്പോൾ ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിത എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് IPCക്ക് പകരമായിട്ട് നിലവിൽ വന്ന നിയമമാണ്. പിന്നെ അതുപോലെ തന്നെ BNSS, ഒരു എസ്സും കൂടെ ഉണ്ടല്ലേ. BNS കൊണ്ട് തീരുന്നില്ല, ഒരു എസ്സും കൂടെ ഇട്ട് കൊടുത്തു. എന്താണ് അതിന്റെ പേര്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അത് എന്തിനു വേണ്ടി വന്ന നിയമമാണ്? നമ്മളുടെ പഴയ CRPC പോയിട്ട് വന്ന ഒരു നിയമമാണ് BNSS അല്ലേ. പിന്നെ അതിനുശേഷം പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. എന്താണ്? BSA. BSA എന്ന് പറയുമ്പോൾ എന്താ? ഭാരതീയ സാക്ഷ്യ അധിനിയം. ഏത് നിയമം പോയിട്ട് വന്നതാ? എവിഡൻസ് ആക്ട് പോയിട്ട് നിലവിൽ വന്ന നിയമമാണ്. അപ്പോൾ നമ്മളിതൊരു ടഫ് പ്രോസസ് ആയിട്ട് എടുക്കരുത്. വളരെ സിമ്പിൾ ആയിട്ട്, ഇത്രയും പേരൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ആൾക്കാർ വെറും പാവങ്ങളാ. ഓക്കെ, അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി. കാരണം പേര് കേട്ടിട്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും എൻജോയ്മെന്റ് ആയിട്ട് നമുക്ക് പോവാം അല്ലെ. ഒരു എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് സിനിമാ കഥയൊക്കെ പറയും കേട്ടോ. നമ്മുടെ ചില സിനിമയിലൊക്കെ ഉള്ള സീനുകളൊക്കെ ഞാൻ കോപ്പി എടുക്കും. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും നമുക്കില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. അതായത് കഴിഞ്ഞു പോയ എക്സാംസിന്റെ പുതിയ നിയമങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ശേഷം കഴിഞ്ഞു പോയ എക്സാംസിന്റെ ചില ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. ഇടയ്ക്ക് നമുക്ക് കഥകളിലേക്ക് പോവാം. നമ്മൾ ഈ കഥകൾ പറയുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള കഥകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാലോ? ഭാരതീയ ന്യായ സംഹിത അഥവാ BNS നിലവിൽ വന്ന വർഷം നോക്കിയേ. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ ന്യായ സംഹിത എന്നാണ് പേര്. ഓക്കെ, ഇതിന്റെ പഴയ ഒരു പേരുണ്ടായിരുന്നു അല്ലേ, IPC അല്ലേ. IPC നമ്മൾ മീശമാധവനിൽ പറയില്ലേ, ഇപ്പം പാപ്പച്ചി എന്താ പറയുന്നേ? വട്ടപ്പേര് പറയടാന്ന് പറയും അല്ലേ, വട്ടപ്പേരിന് പകരം. അപ്പോൾ ഈ നിയമത്തിന് പണ്ടുണ്ടായിരുന്ന പേരെന്താണ്? IPC അല്ലേ. ഇപ്പൊ അതെന്താ അറിയപ്പെടുന്നേ? BNS എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ ഇതൊരു യൂണിഫോം ലെവൽ എക്സാമിനേഷൻ ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും തെറ്റിപ്പോവരുത്. എല്ലാം നമുക്ക് കറക്റ്റ് കാര്യങ്ങളായിരിക്കണം. ചിലർ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി, ഉച്ചരിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഫാൽക്കണിന്റെ സ്റ്റുഡൻസിന് എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി ഓതറൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷനും കറക്റ്റ് പഞ്ചും ആയിരിക്കണം അല്ലേ. അപ്പോൾ ഏത് അവസ്ഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഒരു ഉദാഹരണം കേട്ടോളൂ. പോക്സോ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനമാണ് പോക്സോ ആക്ട്. ആ പോക്സോ ആക്ട് ഇതാ ഇങ്ങനെയാണ്. പോക്സോ കണ്ടോ? പോക്സോ ആക്ട്. ഈ പോക്സോ ആക്ട് ചിലപ്പോ അത് പറഞ്ഞു വരുമ്പോ മിക്കവരിലും അത് വരുന്ന നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല അല്ലേ. ചിലപ്പോ അത് പറഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ട് തെറ്റിപ്പോകുന്നതായിരിക്കാം. പോസ്കോ എന്ന ആളുകൾ പറയാറുണ്ട്. പക്ഷെ എന്താണ് കറക്റ്റ്? പോക്സോ ആക്ട് എന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പറയാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോ നമുക്കിപ്പം BNS എന്ന് പറഞ്ഞ നിയമത്തിനെ നമ്മൾ എന്താണ്? ഭാരതീയ, തെറ്റാനേ പാടില്ല. ഓക്കെ, ഭാരതീയ. അപ്പൊ എന്തായി? BI അല്ലേ, ന്യായ. അപ്പൊ എന്തായി? NI. ഓക്കെ, സംഹിത. എന്ത് വന്നു?
എസ് വന്നു അല്ലെ, ഭാരതീയ ന്യായ സംഹിത BNS. ഇതിനെ നമ്മൾ ഇനി ഈ വാക്ക് നിങ്ങൾക്ക് തെറ്റില്ല, ആദ്യം തന്നെ നമ്മൾ നിയമത്തിന്റെ പേരങ്ങ് പഠിക്കുക ചെയ്യുന്നത് അല്ലെ. ചില മനുഷ്യന്മാരുടെ പേര് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി അവരെ കുറിച്ച് അറിയാൻ പിന്നീട് ശ്രമിച്ചാൽ മതി. ആദ്യം ഒരാളുടെ പേര് കൃത്യമായി പഠിക്കണം. അപ്പൊ നമ്മൾ ഈ പുള്ളിക്കാരന്റെ പേരങ്ങ് പഠിച്ചു, ഭാരതീയ ന്യായ സംഹിത. ഇദ്ദേഹം എന്നാണ് ജനിച്ചത്, അതാണ് എന്നാണ് നിലവിൽ വന്ന വർഷം. നമുക്കറിയാം 1860 IPC ആയിരുന്നു ഇന്ത്യൻ പീനൽ കോഡ്. ആ ഇന്ത്യൻ പീനൽ കോഡിനെ റീപ്ലേസ് ചെയ്തിട്ടാണ്, അതിനെ ഇല്ലാണ്ടാക്കിയിട്ടാണ് പുതിയൊരാളെ കൊണ്ടുവന്നത്. അപ്പൊ ആള് മോശക്കാരനായിരിക്കില്ലല്ലോ. IPCയെക്കാളും കുറച്ചും കൂടെ പണിഷ്മെന്റ് ഒക്കെ ഉൾപ്പെടുത്തി കുറെ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരാളാണ് ആരെന്ന് പറയുന്നത്, BNS എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിലവിൽ വന്ന വർഷമാണ് നമുക്കറിയേണ്ടുന്നത്. ഇപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ പറയില്ലേ, നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണമെന്ന് പറയും അല്ലെ. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യനും കൂടെ ആൻസർ കിട്ടും. ഓക്കെ, അത് നമുക്ക് നല്ലൊരു ഓഫർ അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2024 ആണ്. BNS നിലവിൽ വന്ന വർഷം 2024 ആണ്. എന്താ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ 2 ഗുണം ഉണ്ടെന്ന് പറഞ്ഞത്? അതിന് 2 ഗുണം എന്ന് പറയുന്നത്, ഭാരതീയ ന്യായ സംഹിതയുടെ കൂട്ടുകാരായിട്ട് 2 പേരും കൂടെ വന്നു. ആരൊക്കെയാണെന്ന് അറിയാമോ? BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഞാനിവിടെ മലയാളത്തിൽ തന്നെ എഴുതാം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അപ്പം ഇവരെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ BNSS. ഓക്കെ, ഇദ്ദേഹവും ഇതേ ദിവസമാണ് ജനിച്ചത്. ഏത് 2000, ഇതേ ഡേറ്റ് ആണ് 2024. ഓക്കെ, അപ്പൊ BNSനോടൊപ്പം വന്ന ഒരാളാണ് BNSS. അപ്പോ ഇനി രണ്ടാമത്തെ ഗുണം, ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അദ്ദേഹത്തിന്റെ പേരും കൂടെ നമുക്ക് ഇതിന് മറക്കില്ലല്ലോ, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ കൂടെ നിലവിൽ വന്ന ഒരാളെയും കൂടെ നമുക്കൊന്ന് പഠിച്ചാലോ. ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇദ്ദേഹത്തിനെ നമ്മൾ ഒരു പേരിൽ അറിയപ്പെടും, BSA. ഓക്കെ ആണല്ലോ, ഭാരതീയ സാക്ഷ്യ അധിനിയം, BSA എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അപ്പൊ 2024 നിലവിൽ വന്ന ഒരു 3 നിയമങ്ങളെ ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. പേരുകൾ തെറ്റിപ്പോരുത്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, നമുക്ക് ആദ്യം പഠിച്ചത് തന്നെ പറയാം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ ന്യായ സംഹിത BNS. പിന്നെ 2 അല്ലെ, 2 SS ഉള്ള ആൾക്കാരുണ്ട്, BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. പിന്നെ മൂന്നാമത് വന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ 3 ആൾക്കാരെ പരിചിതമായി. ഇവർക്ക് 3 പേർക്കും പകരം നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരാം. പകരം പണ്ടുണ്ടായിരുന്ന നിയമം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മോശക്കാരല്ല എന്ന് നമ്മൾ ആർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം? ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പൊ അതിനെന്താ ചെയ്യുക? BNSന് പകരം പണ്ടുണ്ടായിരുന്ന ആളാണ് IPC. ഓക്കെ, BNSSന് പകരം പണ്ടുണ്ടായിരുന്ന ആളാണ് CRPC. BSAക്ക് പകരം പണ്ടുണ്ടായിരുന്ന ആളാണ് എവിഡൻസ് ആക്ട് അല്ലേ? പിടികിട്ടിയോ? അപ്പൊ BNS ഭാരതീയ ന്യായ സംഹിത, ദാറ്റ് ഈസ് IPC. മുൻപുണ്ടായിരുന്ന പഴയ ആളാണ് IPC, ഇന്ത്യൻ പീനൽ കോഡ്. BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അദ്ദേഹത്തിന് പകരം ഉണ്ടായിരുന്ന ആള് CRPC. BSA ഭാരതീയ സാക്ഷ്യ അധിനിയം, അവർക്ക് പകരം ഉണ്ടായിരുന്ന ആള് എവിഡൻസ് ആക്ട്. ഇപ്പൊ നമുക്ക് ഈ 3 പേരെയും ഒരു ധാരണയായി. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ ഒരു മാർഗം ഇവിടെ നോക്കിയേ, ഞാനൊരു എളുപ്പപ്പണി പറഞ്ഞുതരാം. ഈ BNS എന്ന് പറഞ്ഞ ആളെ പെട്ടെന്ന് ഓർക്കുമ്പോഴേ നമ്മൾ IPC മാത്രമേ ഓർക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? ഇവര് 3 പേർക്ക് 3 ലെറ്റർ അല്ലേ ഉള്ളത്. BNS IPC, കണ്ട ഒരുമ, എന്തൊരുമയാണെന്ന് നോക്കിയേ. BNS ഇങ്ങനെ വായിക്കാവുള്ളേ, BNS IPC.
നോക്കിയടാ, എളുപ്പമായില്ലേ? BNS IPC. കാരണം അവർ വളരെ എന്താണ്, കോപ്പറേറ്റീവ് ആണ്. 3 ലെറ്റേഴ്സേ ഉള്ളൂ, 1 2 3. അതുപോലെ ഇവിടെ 1 2 3. ഓക്കെ, ഇനി BNSS നോക്കിയേ, അവർ 4 ലെറ്റർ ആണുള്ളത് ടോട്ടല്. അവിടെ CRPC 1 2 3 4 അല്ലേ? CRPCക്ക് എത്ര ഉണ്ട്? പിന്നെ നമുക്ക് BSA ഓർത്തിരിക്കാൻ ഒരു എളുപ്പമില്ല. എവിഡൻസ് ആക്ട്, ഭാരതീയ സാക്ഷി അധിനിയം, എളുപ്പമല്ലേ? അപ്പോൾ 2024 നിലവിൽ വന്നത്. അപ്പോൾ എനിക്കിനി ഒരു കഥ പറയാനുണ്ട്. ഈ 2024 ഈ നിയമം അങ്ങ് നിലവിൽ വന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, നിലവിൽ വന്ന വർഷം. പക്ഷേ ഇതിന്റെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് 2023 പരിപാടിയൊക്കെ തീർന്നു. കാരണം 2023 ഇങ്ങനൊരു നിയമത്തിന് എല്ലാ രൂപകൽപ്പനയും ചെയ്ത് എല്ലാ പണിപ്പുരയും എല്ലാം കഴിഞ്ഞു. എന്നാണെന്നറിയോ? 25/12/2023 ഈ നിയമത്തെക്കുറിച്ചുള്ള എല്ലാ ഡ്രാഫ്റ്റുകളും എല്ലാ കംപ്ലീറ്റ് അസന്റും എല്ലാം കഴിഞ്ഞു. പക്ഷെ 2024 ഇത് എൻഫോഴ്സ് ചെയ്തത്. അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ നിയമത്തിൽ പറയുമ്പോൾ, നമ്മൾ നിയമം സാധാരണ പറയുന്ന സമയത്ത് നമ്മൾ എനാക്ട്മെന്റ് ഇയറും എൻഫോഴ്സ്മെന്റ് ഇയറും പറയും. എനാക്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു വെച്ച ഒരു സമയം. ഇപ്പൊ നിങ്ങൾ PSC എക്സാം എല്ലാം എഴുതി റിസൾട്ട് വരുന്നത് വേറൊരു സമയമാണ്, നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വേറൊരു സമയമാണ്. ഈ ഒരു ഡിഫറൻസ് ഒരു നിയമം രൂപപ്പെടുത്തുന്നതിലും ഉണ്ട്. അപ്പോൾ ഇതിന്റെ പണിപ്പുര എല്ലാം കഴിഞ്ഞു 2023. 2024 ഇത് കംപ്ലീറ്റ് ആയിട്ട് നിലവിൽ വന്നു. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റിനെ കുറിച്ച് ഇത്രയും മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2020 പിന്നെ ഒരു പ്ലസ് പോയിന്റ് അല്ലേ, ഒരു ബോണസ് ഓഫറും കൂടെ ഉണ്ട്. നമ്മൾ ഒരു കാര്യം കൂടി ഇതിന് പഠിക്കുക. എന്താണെന്നറിയോ? ഇത് നിലവിൽ വന്ന ദിവസം, ഡേറ്റ്, ഇതാണ് പ്രധാനം. എന്താണെന്നറിയോ? 1/7/2024. കണ്ടോ? 1/7/2024 ഈ നിയമം നിലവിൽ വന്നത്. പിടികിട്ടിയല്ലോ? 1/7/2024 ഈ നിയമം നിലവിൽ വന്നു. അപ്പൊ 2024 1/7/2024 നിലവിൽ വന്നത്. അപ്പൊ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാം. ഇതിപ്പോ എന്തുകൊണ്ട് നിലവിൽ വന്ന വർഷമേ ചോദിച്ചോളൂ, നിലവിൽ വന്ന ദിവസം ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? 1/7/2024. ഏത് ഇപ്പം BNS ചോദിച്ചാലും BNSS ചോദിച്ചാലും BSA ചോദിച്ചാലും സെയിം ഡേറ്റ് ആണ്. അപ്പൊ ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഞാനിപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഒരു നോട്ട്ബുക്കിൽ ഒറ്റ ഹെഡിങ്ങിൽ കൊണ്ടുവന്ന് എഴുതണം. ഒന്നാമത്തെ കാര്യം, നിയമത്തിന്റെ പേര് തെറ്റാതെ എഴുതണം. നമ്മളിത് പഠിച്ചെടുക്കുകയാണ്. കാരണം നിങ്ങൾ പോലീസായി കഴിയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വാക്കുകളുടെ ഉച്ചാരണ ശുദ്ധിയിലൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് വ്യക്തമായിട്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബെയർ ആക്ട് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. കാരണം ബെയർ ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കുന്ന എക്സാക്ട് നിയമമാണ്. ഒരു നിയമത്തെക്കുറിച്ച് പാർലമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ കറക്റ്റ് ഒരു നിയമം നമ്മൾ എങ്ങനെയാണ് സാധാരണ, ഇപ്പം നിങ്ങൾ PSC പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇന്ത്യൻ പൊളിറ്റിയിൽ ലക്ഷ്മികാന്തിന്റെ ബുക്ക് നല്ല ഫേമസ് ആണ് അല്ലേ? അദ്ദേഹത്തിന്റെ ബുക്ക് വളരെ പോപ്പുലർ ആണ്. ആ ബുക്കിൽ അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് അല്ലേ അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഇന്ത്യൻ പൊളിറ്റിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷെ ബെയർ ആക്ട് ഈ ഓരോ ലോ സബ്ജക്റ്റിന്റെയും, നമ്മളിപ്പോൾ BNSന്റെ ആയാലും BNSSന്റെ ആയാലും BSAയുടെ ആയാലും ബെയർ ആക്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ബെയർ ആക്ടിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആരുടെയും വ്യൂ പോയിന്റ്സ് അല്ല, ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്ന 1 to എത്ര സെക്ഷൻ ഉണ്ടോ ആ സെക്ഷനെ അത്രയും വിശകലനം ചെയ്യുന്ന ഒരു രൂപമാണ് ബെയർ ആക്ട് എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ കുറച്ച് വായിക്കാൻ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ഫാൽക്കണിന്റെ കുട്ടികളായ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ, അതായത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ ഒരു ബെയർ ആക്ട് വായിക്കണം. എന്തുകൊണ്ടാണ് ഞാനത് ബെയർ ആക്ട് വായിക്കണമെന്ന് പറയുന്നതെന്നറിയാമോ? നിങ്ങൾ പോലീസായി കഴിഞ്ഞാലും പോലീസ് ആകുന്നതിന് മുമ്പും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മറ്റൊരാൾ ആൻസർ ചെയ്യുന്നതിലും സ്പീഡി ആയിട്ട് നിങ്ങൾക്ക് ഈ ബെയർ ആക്ട് വായിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. ആ രൂപത്തിലേക്കാണ് നിങ്ങളെ പഠിപ്പിച്ച് ഫോക്കസ്ഡ് ആക്കുന്നത്. കാരണം ആ ബെയർ ആക്ട് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് വായിക്കേണ്ടതെന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് ബെയർ ആക്ടിൽ നിന്നുമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് ബെയർ ആക്ട് ഓറിയന്റഡ് ആയിട്ടാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറ്റും. തീർച്ചയായിട്ടും ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുവാണ്, സെക്കൻഡിലേക്ക് പോകുന്നു.
ഒഫൻസ് എന്നതിൻ്റെ BNS അനുസരിച്ചുള്ള അർത്ഥം. ഒഫൻസ് എന്നതിൻ്റെ BNS അനുസരിച്ചുള്ള അർത്ഥം എന്താണ്? ഒഫൻസ് എന്നാൽ എന്താണ്? ഒഫൻസ് എന്താ? ഒഫൻസ് എന്ന് പറയുന്നത് ഒരു കുറ്റമാണ് അല്ലേ? അത് എന്താണ് കുറ്റം? ഒഫൻസ് എന്ന് പറയുന്നത് ഒരു മലയാളം ആണ്. ഒഫൻസിന്റെ മലയാളമാണ് ഈ കുറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒഫൻസ് അഥവാ കുറ്റം എന്നതിൻ്റെ BNS അനുസരിച്ചുള്ള അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ BNS പഠിക്കുമ്പോൾ ഉടനീളം കുറ്റം എന്നാണ് പറയുന്നത്. ഇപ്പം ഈ കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു അല്ലേ? അപ്പോൾ BNS പ്രകാരം നമ്മളത് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളൊരു ഒരു ഉദാഹരണം, മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആള് ഒരു തെഫ്റ്റ് നടത്തി അല്ലേ? ഒരു തെഫ്റ്റ് നടത്തി. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഫിലിമാണല്ലോ ആക്ഷൻ ഹീറോ ബിജു. ആ സിനിമയ്ക്കുള്ളിൽ എന്താ പറയുന്നത്? അതിനകത്ത് ഒരു സന്ദർഭം എടുക്കുക. അതിനകത്ത് ഒരാൾ എന്താണ് പെട്ടെന്നല്ലേ, നിങ്ങൾ ആ സീൻ കണ്ടിട്ടില്ലേ? പെട്ടെന്നൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ കുറെ കലുഷിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു, പലരെ ഉപദ്രവിക്കുന്നു, എന്നിട്ട് ആ വീടിനുള്ളിൽ കയറി ഇരിക്കുന്നു. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും അല്ലെങ്കിൽ പോലീസിന് കീഴടങ്ങേണ്ടിയിരുന്ന ആൾക്കാർ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ അവരെന്തോ ഒരു പോലീസ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ കുറ്റത്തിന്റെ ലിമിറ്റ് മാറും, അത് വേറൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ ചെന്നിരിക്കുമ്പോൾ അതെന്താണ്? അതൊരു ഒഫൻസ് ആണ്. അതെന്താ ഒഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് BNS പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി അല്ലേ? ഇപ്പൊ ഒരു മോഷണം നടത്തുമ്പോഴത്തേക്കും എന്താണ് അവിടെ അവസ്ഥ? ആ മോഷണം നടത്തുമ്പോൾ നിയമപ്രകാരം അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. സോ ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തിയെ നമ്മൾ അത് ഏത് പ്രകാരം, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? BNS അനുസരിച്ചുള്ള അർത്ഥമാണ്. അപ്പം നമ്മൾ ഈ ഓപ്ഷനിലേക്ക് നോക്കുക. എന്തെങ്കിലും നിയമലംഘനം അല്ല, നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനവും അല്ല. പക്ഷെ എന്താണ്? BNS പ്രകാരം ഇതുമല്ല, വ്യക്തിയുടെ നിയമവിരുദ്ധ പ്രവൃത്തി അല്ല. നമുക്ക് എന്താ നോക്കണ്ടേ? BNS പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി. അപ്പൊ അതിനർത്ഥം എന്താണ്? BNS പ്രകാരം ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ട്, BNSനെതിരായിട്ടുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ BNSൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ, അത് കൃത്യമായി നിർവചിച്ചിരിക്കുന്ന കുറ്റങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി ചെയ്യുമ്പോൾ BNSൽ ഒരുപാട് ഒഫൻസ് പറഞ്ഞിട്ടുണ്ട്. റേപ്പ് പറഞ്ഞിട്ടുണ്ട്, തെഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യക്കടത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് അല്ലെ, പബ്ലിക്കലി കിടന്ന് അടിയുണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തിയെ നമ്മൾ ഒഫൻസ് എന്ന് പറയും. നമുക്ക് നോക്കിയാലോ എന്താണ് ഇത്? ബെയർ ആക്ട് ഒന്ന് കാണിച്ചു തരാവേ. ഞാൻ ബെയർ ആക്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ബെയർ ആക്ടില് ഞാൻ ബെയർ ആക്ടില് നിങ്ങൾക്ക് ഭാരതീയ ന്യായ സംഹിതയില് ഒഫൻസ് എന്ന് പറയുന്നത് എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? കുറ്റമെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഇപ്പം BNS പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തിയാണ് നമ്മൾ ഒഫൻസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അത് എവിടെയാ പറയുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെക്ഷൻ 2 ക്ലോസ് 24 ഇതിപ്പോ നിങ്ങൾ ജസ്റ്റ് കണ്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. നമ്മളിത് ഇത് കാര്യമായിട്ട് വിശദമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോ സെക്ഷൻ 2 എന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ബെയർ ആക്ട് എന്ന് പറയുന്നത്. അത് എവിടുന്ന് അതെങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബെയർ ആക്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബുക്സ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സെക്ഷൻ 2 കണ്ടോ? സെക്ഷൻ 2ലാണ് കുറേ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഈ സെക്ഷന്റെ 2 ക്ലോസ് 24 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഉപവകുപ്പാണ്. ഉപവകുപ്പ് 2ന്റെ ഉപവകുപ്പില് ഒഫൻസ് എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒഫൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. കണ്ടോ? ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ ഒഫൻസ് ആയിട്ട് കൃത്യമായിട്ട് പറയുന്നത്. ഒഫൻസ് കണ്ടോടാ, നമ്മൾ ഇത്രയും ഭാഗത്തിനെ നമ്മൾ ഒഫൻസ് എന്ന് പറയും. അതായത് ഇത്രയും ഭാഗമാണ് ഒഫൻസ്. ഒഫൻസ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും നിയമപ്രകാരം നിയമവിധേയ, അതായത് BNS എന്ന് പറയുന്ന ഒരു
ആക്ടില് എന്താണ് ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി, അത് നമ്മൾ സെക്ഷൻ 2 clause 24 ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ അതെന്താവും, ശിക്ഷയാവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾക്ക് ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരണ കൊടുത്തു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി അത് പ്രേരകൻ എന്നാ പറയുക നിങ്ങളെ, അതായത് അബറ്റർ എന്ന് പറയും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി എന്താണ്, നിയമപ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു. അപ്പൊ BNS പ്രകാരം അത് പറയുന്നുണ്ട് അത് കുറ്റമാണെന്ന്. അപ്പൊ നിങ്ങൾ എന്താവും, നിങ്ങൾ ഒഫൻഡർ ആവും, ഒഫൻസ് ആവും. കണ്ടോ, ഇത്രയും തന്നെ ഉള്ളൂ. ഇത് നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഞാൻ അതിനു വേണ്ടി നിങ്ങൾക്ക് ബെയർ ആക്ട് ഒന്ന് പരിചയപ്പെടുത്തി തന്നെയാണ്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇനി മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. ഇതാ ഞാൻ കണ്ടോ ഇവിടത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി നിങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്കാണ് പോകാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അത് നമ്മൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. ഓക്കെ, നമ്മളപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ ഒഫൻസ് കണ്ടോ, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒഫൻസ് എന്താണെന്ന് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗം ഞാൻ ബെയറാക്റ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് കൃത്യമായിട്ട് എന്താണ് സെക്ഷൻ 2 clause 24 ആണ് ഈ ഭാഗം പറയുന്നത്. ഇത് നമുക്ക് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബുക്കാണ് ബെയറാക്ട് എന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയും, ഇത് ഒരിക്കലും തെറ്റിപ്പോവില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. നോക്കിയേ, BNS പ്രകാരം ട്രൈഫിൾസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ട്രൈഫിൾസ് എന്ന് വെച്ചാൽ എന്താ? ട്രൈഫിൾസ് എന്താണ്? അതായത് നമ്മൾ ഇതിനെ ഒരു ചുരുക്ക പേരിൽ പറയും, സ്ലൈറ്റ് ഹാം. അതായത് ചെറിയ കുറ്റകൃത്യങ്ങൾ അല്ലെ, ചെറിയൊരു ഹാം. കുറ്റകൃത്യം എന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു പാർക്കിംഗ് ഏരിയയിൽ ഒരു സ്കൂട്ടർ ഇരിക്കുന്നു. സ്കൂട്ടറിൽ അറിയാതെ നമ്മുടെ വണ്ടി ചെന്ന് ജസ്റ്റ് ഒരു സ്ക്രാച്ച്, അതിൽ വലിയ അപകടമോ സ്കൂട്ടറിന് എന്തെങ്കിലും പ്രശ്നമോ ഒന്നും സംഭവിച്ചിട്ടില്ല, ചെറിയൊരു സ്ക്രാച്ച്, അതൊരു സ്ലൈറ്റ് ഹാമാണ്. അപ്പൊ അതിനെ നമ്മൾ എന്താ പിടിക്കുക? നിസ്സാരമായ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവൃത്തികൾ. ഓക്കെ, നിസ്സാരമായ ശ്രദ്ധിക്കേണ്ടതല്ലാത്ത പ്രവൃത്തികളെയാണ് സ്ലൈറ്റ് ഹാം എന്ന് വിളിക്കുന്നത്. സെക്ഷൻ 33 ഓഫ് BNS-ലാണ് ഇത് ഡീൽ ചെയ്യുന്നത്. മനസ്സിലായോ? സെക്ഷൻ 33 ഓഫ് BNS-ലാണ് ട്രൈഫിൾസ് എന്നതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സെക്ഷൻ 33, നത്തിങ് ഈസ് ആൻ ഒഫൻസ് ബൈ റീസൺ ദാറ്റ് ഇറ്റ് കോസസ് ഇന്റൻഡഡ്. അതായത് ഒരു ഒഫൻസ് അല്ല, എന്തുകൊണ്ട്? സ്ലൈറ്റ് ഹാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെ, സ്ലൈറ്റ് ചെറിയ രീതിയിൽ. സ്കൂട്ടർ ഓർക്കുക, സ്കൂട്ടർ വന്ന് ഇടിച്ചു, ആകെ ചെറിയ രീതിയിൽ ചെറിയ സ്ക്രാച്ച് ആണ്, ഇത്രയും സ്ക്രാച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. BNS-ൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി എന്താണ്? BNS-ൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി എന്താണ്? കഠിന തടവ് പണ്ടേ ഉണ്ട്, പിഴശിക്ഷ അതും മുൻപേ ഉള്ളതാണ്, നാടുകടത്തൽ അല്ലെ, ഇത്രയും പേര് മുന്നേ ഉള്ളതാണ്. അപ്പൊ ഇതിലില്ലാത്ത ഒരാളുണ്ട്, പുതുതായിട്ടൊരു ശിക്ഷ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? നിർബന്ധിത സാമൂഹിക പ്രവർത്തനം. ഇതെന്തിനാണെന്നറിയാവോ? നിർബന്ധിത സാമൂഹിക പ്രവർത്തനം അതായത് നമ്മളിപ്പോ ഒരു കുറ്റം ചെയ്തു, അത് ചില കുറ്റങ്ങൾക്ക് മാത്രമാണ് 6 കുറ്റങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഒഫൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? BNS പ്രകാരം ശിക്ഷാർഹമായ പ്രവൃത്തിയെ നമ്മൾ എന്ത് പറയുന്നു? BNS-ൽ പറഞ്ഞിരിക്കുന്ന ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒഫൻസ് എന്ന് വിളിക്കുന്നു, അഥവാ കുറ്റം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ നിർബന്ധിത സാമൂഹിക പ്രവർത്തനം ഇപ്പൊ എന്താണ്? നിലവിലെ ഒഫൻസ് ആണ്. ഇത് എന്താണ്? പുതിയൊരു ശിക്ഷാരീതി. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിപ്പിക്കൽ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്തെങ്കിലും കൃത്യമായിട്ടുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ അവരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അവർക്ക് ഇത്ര വർഷം തടവ് കൊടുക്കും, അല്ലെങ്കിൽ പിഴശിക്ഷ കൊടുക്കും. അതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കഠിന തടവ്, പിഴശിക്ഷ, നാടുകടത്തൽ. ഇതിനിപ്പം ഈ ഒരു മോഡാണ് ഫൈൻ അല്ലേ?
ഫൈൻ, ഇംപ്രിസൺമെന്റ്, അതുപോലെ തന്നെ നാട് കടത്തുക, ഈ പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്, ടിപ്പിക്കൽ പരിപാടികളാണ്. പക്ഷെ ഇപ്പം പുതിയൊരാളെ കൊണ്ടുവന്നു. ആ പുതിയൊരാളാണ് നമ്മുടെ ഈ നിർബന്ധിത സാമൂഹിക പ്രവർത്തനം. നിർബന്ധിത സാമൂഹിക പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഫൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാലേ ആ പുള്ളിക്കാരനെ അങ്ങ് വെറുതെ വിട്ടാൽ ശരിയാവുകയില്ല. അതിന് പകരം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് കുറച്ച് സൊസൈറ്റിയുമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്ത് ആ സൊസൈറ്റിയിൽ കുറച്ചൊക്കെ ഒന്ന് ഇടപെടുത്തി പുള്ളിനെ ഒന്ന് മോഡിഫൈ ചെയ്യുക, ബിഹേവിയറിൽ മാറ്റം വരുത്തുക, പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുക. അതിനാണ് ഈ നിർബന്ധിത സാമൂഹിക പ്രവർത്തനം വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കുറ്റത്തിന് ശിക്ഷ വിധിച്ചു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ്, നീ പോയിട്ട് ആ ഹോസ്പിറ്റൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വാ. എങ്ങനെയുണ്ട്? പക്ഷേ കൊലപാതക കുറ്റം ചെയ്ത ആളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, ഹോസ്പിറ്റലും കാണൂല, പിന്നെ എന്താണ് അവസ്ഥയെന്നും പറയാൻ പറ്റൂല. ചില പ്രത്യേക കാറ്റഗറിയിലുള്ള കുറ്റങ്ങൾ ചെയ്ത ആൾക്കാരെ മാത്രമാണ് ഇതിന് വെക്കുക. ഇത് ഇംഗ്ലീഷിലൊരു പേര് പറയും, എന്താണെന്നറിയോ? കമ്മ്യൂണിറ്റി സർവീസ്. കമ്മ്യൂണിറ്റി സർവീസ്. അപ്പോൾ BNS-ൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതിയാണ് നിർബന്ധിത സാമൂഹിക പ്രവർത്തനം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇതൊന്ന് നോക്കിയാലോ. നിർബന്ധിത സാമൂഹിക പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഏതൊക്കെ ഒഫൻസ് ആണെന്ന് നോക്കിയാലോ. സെക്ഷൻ 202, അതായത് ഒരു പബ്ലിക് സർവൻറ്റ്, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ജോലി കിട്ടി, നിങ്ങൾ യൂണിഫോം ഫോഴ്സിലോട്ട് പോയി. യൂണിഫോം ഫോഴ്സിലോട്ട് പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ചുകൂടെ കാശ് സമ്പാദിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും തോന്നില്ല, എന്നാലും തോന്നിയെന്ന് അങ്ങ് ചിന്തിക്കുക. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു ട്രേഡ്, ഒരു ബിസിനസ് സൈഡിൽ കൂടെ റൺ ചെയ്താലോ, അത് കുറ്റമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അത് നമ്മൾ 202-ാമത്തെ വകുപ്പിലാണ് പറയുന്നത്. ഇനി 209-ാമത്തെ വകുപ്പിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാവോ? ചില ആളുകളെ പിടികിട്ട പുള്ളികളുണ്ട്, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് കോടതി വരാൻ പറയും, പക്ഷെ അവർ ഒരു കാരണവശാലും വരത്തില്ല. അവർ വരാതിരിക്കുമ്പോഴത്തേക്കും കോടതി പറയും, നീ ഇനി വരുന്ന സമയത്ത്, പിന്നെ പിടികിട്ടുന്ന സമയത്ത് പറയും, നീ പോയി പൊതുസേവനം ചെയ്തിട്ട് വരാൻ പറയും. അതിന് 209 പ്രകാരം എന്ത് കൊടുക്കും? കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കും. ഓക്കെ, പിന്നെ അടുത്തതാണ് 226. 226 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് സർവൻറ്റ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ പോലീസ് ഓഫീസറായി, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ, ഒരു അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും ഇദ്ദേഹം പറയും, ഈ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള കുറ്റവാളി നമ്മൾ കുറ്റവാളി എന്ന് ആ സമയത്ത് കുറ്റവാളി ആകുന്നില്ല, സംശയിക്കപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ പോലീസിന് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? പോലീസിന് സംശയാസ്പദമായിട്ടുള്ള ആൾക്കാരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്, അല്ലേ? സസ്പീഷ്യസ് എന്ന് പറയുമ്പോൾ സംശയകരമായിട്ടൊരു ഒഫൻസ്, ഒരു കുറ്റം നിങ്ങൾക്ക് തെളിയിക്കണം. ആ കുറ്റം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ വേറെ ഒന്നുമില്ല, അവർക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവമോ ഒന്നുമില്ല. പക്ഷെ അവരെ എന്ത് ചെയ്യാം? അവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെല്ലുവാണ്. അപ്പൊ ഇവൻ ഏകദേശം കുറ്റം കമ്മിറ്റ് ചെയ്ത ആളാണെന്നുള്ള എല്ലാ സോഴ്സും കിട്ടിക്കഴിഞ്ഞു, എല്ലാ കംപ്ലീറ്റ് ഇൻഫർമേഷനുമായിട്ട് പോലീസ് ഓഫീസറായിട്ട് നിങ്ങൾ ചെല്ലുന്നു. പെട്ടെന്ന് ഇവൻ എന്തോ ചെയ്തെന്നറിയാവോ? ഒരു കുപ്പിയിൽ നിന്ന് മണ്ണെണ്ണ എടുത്ത് തലവഴി ഒഴിച്ചിട്ട് പറയുന്നു, എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കത്തിക്കും. അവൻ്റെ തലയിൽ തന്നെയാണ് ഒഴിച്ചത്. സോ അങ്ങനെ ചെയ്ത ഒരു പബ്ലിക് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഒഫൻസ് ആവും. അത് സെക്ഷൻ 226 പറയണേ. പിന്നെ അടുത്തത് തെഫ്റ്റ്. ഈ തെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിപ്പം 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുന്ന 3 ഒഫൻസിനാണ്. 3 ടോട്ടൽ 6 ഒഫൻസാണ്. 3 ഒഫൻസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ഒന്നെന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാൻ പാടില്ല? വേറൊരു ബിസിനസ് ഒന്നും ക്യാരി ചെയ്യാൻ പാടില്ല. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഒരു സൂയിസൈഡ് നടത്താനുള്ള ശ്രമം നടത്തുന്നു, അല്ലേ? സൂയിസൈഡ് നടത്താനുള്ള ശ്രമം നടത്തി ഇദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ നടത്തുവാണ്. പിന്നെ പിടികിട്ടാ പുള്ളിയായിട്ടുള്ള ഒരാൾ കൃത്യമായിട്ട് കോടതിയിൽ ഹാജരാകുന്നില്ല. അവരെ പിടികിട്ടുമ്പോഴത്തേക്കും സമൻസ് ഇതെന്ത് കൊടുക്കാം? കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കാം. അതും പറഞ്ഞു. ഇനി മൂന്നാമത് നമ്മൾ തെഫ്റ്റ് എന്ന് പറയും. തെഫ്റ്റ് എന്താണെന്നറിയാവോ? തെഫ്റ്റ് എല്ലാ തെഫ്റ്റിനും കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കില്ല. കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുന്ന തെഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ മോഷണം എന്ന് പറയുന്നത് വേറൊരാളുടെ കസ്റ്റഡിയിലുള്ള ഒരു
ഒരു മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാൻ കഴിയുന്ന പ്രോപ്പർട്ടി. നമ്മളിപ്പം ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടി അല്ല, അതവിടെ നിൽക്കുവാണ്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു ഇപ്പം ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത് എന്താ, അതൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്, എനിക്ക് എടുത്തുകൊണ്ട് പോവാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നൈസായിട്ട് ആ ലാപ്ടോപ്പ് എടുത്ത് ഒറ്റ പോക്കങ്ങ് പോയി. നിങ്ങളോട് പറഞ്ഞതുമില്ല, ചോദിച്ചതുമില്ല, ഒന്നും ചെയ്തതുമില്ല. ഞാൻ ചെയ്തത് എന്താണെന്നറിയാവോ? ഞാൻ ചെയ്തത് തെഫ്റ്റാണ്. പിന്നെ ഈ തെഫ്റ്റ് ചെയ്യുന്നത്, ഞാൻ നിങ്ങളുടെ ഒരു വാച്ച് എടുത്തുകൊണ്ട് പോയി. ഓക്കെ, കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുന്നതാണ് ഈ പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു വാച്ചിന് 4000 രൂപ വിലയുണ്ട്. നിങ്ങളോട് ചോദിച്ചതുമില്ല, പറഞ്ഞതുമില്ല, ഞാൻ എടുത്തുകൊണ്ട് പോയി. പക്ഷേ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം. ഞാൻ എന്ത് ചെയ്തു? ഇത് തിരിച്ചു തന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് പകരമുള്ള ഈ 4000 രൂപ അങ്ങ് തന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഒഫൻസിന്, ഇങ്ങനെയുള്ള ഒരു കാര്യം, ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് കൊടുക്കും? കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കും. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നക്കാരനാണ്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ മോഷണം നടത്തണം. ആദ്യം മോഷണം നടത്തിയിട്ട് മോഷണം മുതൽ ഒന്നുകിൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ളൊരു എമൗണ്ട് കൊടുക്കണം. ഇതിനൊക്കെ പുറമെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഈ മോഷണ മുതലിൻ്റെ 5000 രൂപ താഴെ ആയിരിക്കണം അതിൻ്റെ വില എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയല്ലോ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ തെഫ്റ്റ് എന്ന് പറയും. ഓക്കെ, അതിന് നമ്മൾ കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കും. പിന്നെ അടുത്തത്, അതായത് ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു വീണ്ടും പബ്ലിക് പ്ലേസിൽ മദ്യപിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ നിൽക്കുമ്പോൾ മോശമായിട്ട് പെരുമാറുക, ഒരു പ്രവൃത്തിക്ക് അതിൽ കാണുന്നില്ലേ? അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് പോലീസ് വരുന്നു അല്ലേ? ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചാൽ മതി. അപ്പം എന്ത് ചെയ്യും? അതിനും കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, എന്താണ്, നമ്മളൊരു മറ്റൊരാളെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുക അല്ലേ? നമ്മൾ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മൾ അവരെക്കുറിച്ച് മോശമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്നു, അവരെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിറക്കുന്നു, അവരെ അപകീർത്തിപ്പെടുത്തുകയാണ്. ഒന്നുകിൽ നമ്മളത് എഴുതി അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവനും എന്ത് കൊടുക്കും? കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് മടങ്ങി വരുന്നു. BNS-ൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി നിർബന്ധിത സാമൂഹിക പ്രവർത്തനം. ഈ നിർബന്ധിത സാമൂഹിക പ്രവർത്തനത്തിനെ കുറിച്ച് 6 സെക്ഷനുകളിൽ പറയുന്നുണ്ട്. 6 സെക്ഷൻ: സെക്ഷൻ 202, സെക്ഷൻ 209, സെക്ഷൻ 226, സെക്ഷൻ 303 ക്ലോസ് 2. ഓക്കെ, പിന്നെ അപ്പോൾ 1, 2, 3, 4, 5. പിന്നെന്താണ് പിന്നെ നമുക്ക് പറയാനുള്ള സെക്ഷൻ 355 അല്ലേ? ആക്ഷൻ ഹീറോ ബിജു അല്ലേ? സെക്ഷൻ 356 ക്ലോസ് 2. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾക്കാണ് BNSS-ൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി. ഈ ഒഫൻസുകളിലൊക്കെയാണ് നിർബന്ധിത സാമൂഹിക പ്രവർത്തനം കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് നമ്മൾ ക്ലിയർ ചെയ്തു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ. ഭാരതീയ ന്യായ സുരക്ഷാ സന്നിധി, ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്കാണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, BNSS ആണ്. നാഗരികയാണ് ഇവിടെ വരുന്നത്. നാഗരിക ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? എക്സാക്ട്ലി കോടതിക്ക് അപ്പുറം ആർക്കും സമൻസ് അയക്കാൻ പറ്റില്ല. സമൻസ് സെർവ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? സമൻസ് അയക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? കോടതിക്കാണുള്ളത്. ഓക്കെ, BNSS പ്രകാരം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ? പോലീസ് FIR എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അല്ലേ? ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഈസ് FIR അല്ലേ? FIR എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ
ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞ ആൻസർ പറഞ്ഞേ. നമ്മൾ അതിന് മുൻപായിട്ട് സമയം പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ FIR എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. നമ്മൾ FIR ഇതാണ്, എൻ്റെ FIR ആണിത്, അല്ലെങ്കിൽ FIRന്റെ പകർപ്പാണിത്. നമ്മൾ സിനിമകളിലൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ. FIR എന്ന് പറഞ്ഞ സിനിമ വരെയുണ്ട്, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്താ? നമ്മളിപ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ചിട്ട് ഒരു കൊലപാതകം കണ്ടു. അപ്പം നിങ്ങൾ പെട്ടെന്ന് നെർവസ് ആയി അല്ലേ, നമ്മൾ പെട്ടെന്ന് ഭയന്നു അല്ലേ. രണ്ടുപേര് തമ്മിൽ അടിപിടി, അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും ആവട്ടെ, ഒരു കുറ്റമാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾ പെട്ടെന്ന് ആരോടാ പറയുക അത് അല്ലേ? നമുക്ക് സാധാരണ നമ്മൾ എപ്പോഴാണ്, പ്രത്യേകിച്ചും യൂണിഫോം അണിയേണ്ട ആൾക്കാരാണ്, ഒന്ന് ചിന്തിച്ചേ, നമ്മൾ പോലീസിനെ അറിയിക്കണം അല്ലേ. നമ്മുടെ ലോ ആൻഡ് ഓർഡർ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ പോലീസാണ്. അപ്പോൾ പോലീസിനെ നമ്മൾ വിളിച്ചറിയിച്ചു. സോ പോലീസിനോട് അത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പറയുന്ന കാര്യം അവിടെ ഇൻഫർമേഷനാണ്. ഓക്കെ, അതൊരു അറിവാണ് അല്ലേ, ഒരു നോളജാണ്. അതവിടെ റെക്കോർഡാവുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ആ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് നിങ്ങളൊരു അറിവ് നിങ്ങൾ പാസ് ഓൺ ചെയ്യുന്നു. സോ ഫസ്റ്റ്ലി അത് രജിസ്റ്റേർഡ് ആകുന്നു. അതിനെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ BNSS പ്രകാരം, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, BNSS പ്രകാരം FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഉടൻ തന്നെ. ഓക്കെ, അതിന് നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും അല്ല രജിസ്റ്റർ ചെയ്യേണ്ടുന്നത്. BNSS പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടുന്നത് ഉടൻ തന്നെയാണ്. എപ്പോഴെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ അതിന് നമ്മൾ ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 173 ഓഫ് BNSSലാണ് അത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, 173 ഓഫ് BNSS. പണ്ട് CRPC ഉണ്ടായിരുന്നപ്പോൾ സെക്ഷൻ 154 ഓഫ് CRPCയിലായിരുന്നു അത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കുറ്റകൃത്യം കണ്ടു, നിങ്ങൾ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, സോ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഉടൻ തന്നെ. അപ്പോൾ ആ ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഭാരതീയ സാക്ഷ്യ അധിനിയം BSA പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത് ഏത് വകുപ്പിലാണ്? എവിഡൻസ്. ഇപ്പൊ നമുക്ക് ഭാരതീയ സാക്ഷ്യ അധിനിയം അല്ലേ, ഇത് എവിഡൻസ് ആക്ടിന് പകരമുള്ള ഒരു നിയമമാണ്. എവിഡൻസ് ആക്ട് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള ഒരു ഈസി സബ്ജക്റ്റ്, അങ്ങനെ മാത്രമേ കാണാൻ പാടുള്ളൂ. ഇതിനെ അങ്ങ് ഭയങ്കര ഒരു സംഭവമായിട്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ കൂടെ ഞാൻ തന്നെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഇത് നിങ്ങൾക്ക് എന്താണ്, നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു അസ്വാഭാവികതയൊക്കെ തോന്നും അല്ലേ. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലങ്ങ് സെറ്റ് ആവുന്നേ. അപ്പോൾ നമുക്ക് പഠിക്കാം. എവിഡൻസ് ആക്ട് BSA പ്രകാരം എന്താണ് എവിഡൻസ് എന്ന പദം നിർവചിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇത് എവിടെയാണെന്നറിയാവോ? സെക്ഷൻ 2ലാണ്. സെക്ഷൻ 2 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. സെക്ഷൻ 2ൽ ഇത് നിർവചിച്ചിരിക്കുന്നത് എവിടെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ അത് എവിടെയാണ്? സെക്ഷൻ 2ലാണ് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഭാരതീയ സാക്ഷ്യ അധിനിയം സെക്ഷൻ 2ൽ കണ്ടോ, എവിഡൻസ് എന്നുള്ള ഭാഗം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, സെക്ഷൻ 2 ക്ലോസ് E. എവിഡൻസ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. അതായത് ഇത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കാര്യം കോടതിയിൽ വന്ന് പറയുമ്പോൾ അതിനെ ഓറൽ എവിഡൻസ് എന്നാണ് വിളിക്കുക. ഇപ്പം നിങ്ങൾ കുറച്ച് ഡോക്യുമെൻസുമായിട്ട് വരുന്നു, അതിനെ നമ്മൾ ഡോക്യുമെൻ്ററി എവിഡൻസ് എന്നാണ് വിളിക്കുക. ഇപ്പം കോടതി പറയുകയാണ്, നിങ്ങൾ കുറച്ച് എവിഡൻസ് ഹാജരാക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ കോടതിയിൽ നേരിട്ട് വന്നിട്ട് നിങ്ങളൊരു കൊലപാതകം കണ്ടു. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എവിഡൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 2ലാണ് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ പറയുന്നത്. എന്താണ് ഈ എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ട് ഒരു കൊലപാതകം നിങ്ങൾ കണ്ടു ലൈവായിട്ട്. ഓക്കെ, ഒരു മർഡർ കണ്ടു. ആ മർഡർ കണ്ടത് നിങ്ങൾ നേരിട്ട് കോടതിയിൽ വന്ന് പറയുന്നു, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ കണ്ടു, ഇന്ന ആൾ കത്തി വെച്ച് ഇന്ന ആളിനെ കുത്തുന്ന X, Y കുത്തുന്നത് ഞാൻ കണ്ടു.
വൈ അവിടെ ഭയങ്കര ബഹളമായിരുന്നു, കരച്ചിലായിരുന്നു, നിലവിളിച്ചു, അതെല്ലാം ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അതിനെ ഓറൽ എവിഡൻസ് എന്നാ പറയുക. ഓക്കെ. പിന്നെ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഈ സംഭവം ഒന്ന് റെക്കോർഡ് ചെയ്തു. ഇപ്പം എല്ലായിടവും ഇപ്പം എന്താണ്, വെൽ എക്യുപ്ഡ് ആണ് നമ്മളുടെ ടെക്നോളജി. അപ്പോൾ ഇതെല്ലാം മെമ്മറി കാർഡിൽ സ്റ്റോറായി, ഫോണിൽ സ്റ്റോറായി, നിങ്ങൾ കോടതിയെ കൊണ്ടുവന്ന് അത് കാണിച്ചു. അതിനെ ഡോക്യുമെന്ററി എവിഡൻസ് എന്നാ പറയുക. അപ്പോൾ എവിഡൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 2-ലാണ്. ഓക്കെ, മതി, നമുക്ക് അത്രയും മതി, നമുക്ക് വേഗം പോവാം. അപ്പോൾ ഭാരതീയ സാക്ഷി അധിനിയം എവിഡൻസ് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 2-ലാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. നമ്മളപ്പോൾ സെക്ഷൻ 2 ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം, അതായത് സാക്ഷിയെ എങ്ങനെയൊക്കെ ചോദ്യം ചെയ്യും. ഇപ്പൊ നിങ്ങളൊരു സാക്ഷിയാണ്, നിങ്ങൾ കൊലപാതകം കണ്ട സാക്ഷിയാണല്ലോ. നിങ്ങൾ കോടതിയിൽ വന്നിട്ട് പറഞ്ഞു, കോടതി, ഞാൻ ബഹുമാനപ്പെട്ട കോടതി, ഞാൻ ഇന്ന ഇതൊക്കെ കണ്ടു, ഞാൻ ഇങ്ങനെ മർഡർ ചെയ്യും, എക്സ് വൈനെ ഇങ്ങനെ കുത്തി കൊല്ലുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ വക്കീൽ, നിങ്ങൾ സർക്കാരിൻ്റെ സാക്ഷിയാണ്. അപ്പോൾ സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിങ്ങളോട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും. അദ്ദേഹം ചോദിക്കുമ്പോൾ അതിനെ ചീഫ് എന്നാ പറയുക. അതായത് നമ്മുടെ വക്കീൽ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ചീഫ് എന്നാ പറയുക. പിന്നെ ഒരു പ്രതി ഉണ്ടല്ലോ, ആ പ്രതിക്ക് വേണ്ടി ഒരു വക്കീലുണ്ട്, ഡിഫൻസ് ലോയർ എന്ന് പറയും. ആ ഡിഫൻസ് ലോയർ വന്നിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യൂ. നിങ്ങളത് കണ്ടോ? നിങ്ങൾ എപ്പോൾ കണ്ടു? അവരെപ്പം പ്രതിക്ക് അനുകൂലമായിട്ടായിരിക്കും ചോദിക്കുക, നമ്മളെ എങ്ങനെയെങ്കിലും കുരുക്കണം. അപ്പം അവരെ നമ്മൾ ആ ഒരു ഭാഗത്തിനെ നമ്മൾ ക്രോസ് എക്സാമിനേഷൻ എന്നാ പറയുക. അപ്പോൾ ക്രോസ് എന്ന് പറയുമ്പോൾ ഒരു ചേരാത്ത സംഗതിയാണല്ലേ. അതായത് പ്രതിയുടെ വക്കീൽ നമ്മളെ ചോദ്യം ചെയ്യുക. പിന്നെ കോടതി ചോദിക്കും, റീ ഉണ്ടോ എന്ന് ചോദിക്കും. റീ എന്താണെന്നറിയാമോ? വീണ്ടും ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനെ നമ്മൾ റീ എക്സാമിനേഷൻ എന്നാ പറയുക. അപ്പോൾ നമ്മുടെ വക്കീൽ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ചീഫ്, പ്രതിയുടെ വക്കീൽ നമ്മളോട് ചോദിക്കുമ്പോൾ അത് ക്രോസ്, കോടതി പിന്നെ ചോദിക്കും എന്തെങ്കിലും റീ ഉണ്ടോന്ന്. റീ ഉണ്ടോന്ന് ചോദിച്ചാൽ വീണ്ടും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുനരാവർത്തനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റീ എക്സാമിനേഷൻ എന്നാ പറയുക. അപ്പോൾ സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിനെ നമ്മൾ എന്ത് പറയുന്നു? ചീഫ് ക്രോസ് റീ. കറക്റ്റ് ആൻസർ ഇസ് സി. ഓക്കെ, ഇത് എളുപ്പമായില്ലേ? ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ സാക്ഷിയെ ചോദ്യം ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. ഇതൊക്കെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ വായിച്ചു പോയിട്ടുള്ള സംഗതികളായിരിക്കാം. പിന്നെ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഇതപ്പോൾ ക്ലിയർ ആയി. ഇതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണ്? കേരള പോലീസ് ആക്ടിൽ അല്ലേ? എവിടെയാണെന്നറിയാവോ? സെക്ഷൻ 29 പോലീസ് എങ്ങനെ പെരുമാറും. ഇപ്പം നിങ്ങൾ പോലീസായിട്ട് നിങ്ങൾ എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എന്ത്? കേരള പോലീസ് ആക്ടില് സെക്ഷൻ 29 പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇത് നമ്മൾ ബെയർ ആക്ട് ആട്ടോ, ഈ സാധനത്തിനെയാണ് നമ്മൾ ബെയർ ആക്ട് എന്ന് പറയുക. ഈ ഒരു ടെക്സ്റ്റ് രൂപത്തിൽ ഇതാണ് നമ്മുടെ മതഗ്രന്ഥം. ഓക്കെ, നമ്മുടെ ഫുള്ള് നമ്മുടെ ഈ യൂണിഫോം ഫോഴ്സിലേക്ക് കടക്കുന്ന നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഭഗവത്ഗീതയും ഖുറാനും അതുപോലെ തന്നെ ബൈബിളും എല്ലാം നമ്മുടെ അന്നം എന്ന് പറയുന്നത് ഈ ബെയർ ആക്ട് ആണ്. ഇത് വെച്ച് നോക്കിയിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥര് സെക്ഷൻസ് ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ 29 ആണ് ഇത്, കൃത്യമായിട്ട് സെക്ഷൻ 29 പറയുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ 29 ഇതിന്റെ എന്ത് പറയണേന്നറിയാമോ? അത്യാവശ്യം വലിയൊരു ആക്റ്റാണ് കേരള പോലീസ് ആക്ട്. നിങ്ങൾ കണ്ടല്ലോ കേരള പോലീസ് ആക്ട് എന്ന് പറയുന്ന ഒരു സംഗതി. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, നിങ്ങൾ പോലീസായി കഴിയുമ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലായി, സെക്ഷൻ 29 പോലീസ് ഓഫീസർ പെരുമാറേണ്ടുന്ന രീതി, പോലീസ് ഓഫീസറിന് വേണ്ടുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് പബ്ലിക് ഓർഡർ കീപ്പ് ചെയ്യുക, ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു സംശയാസ്പദമായി തോന്നുന്ന വ്യക്തികളെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരെ എന്തെങ്കിലും കഠിനമായ കുറ്റകൃത്യം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും.
അത് ആ ഭാഗമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് അതെങ്ങനെയൊക്കെയാണ്, അതിന് ചില പ്രത്യേക പേരുകളൊക്കെ പറയും. ഈസി ആയിട്ട് കഥ പോലെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടുന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 29 ആണ് ഇതിൻ്റെ ആൻസർ. പിന്നെ ഇനി കേരള പോലീസ് ആക്ട് 98 വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ? ഇദ്ദേഹം ആരാണ്? ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്ന് വെച്ചാലേ നമ്മളൊരു വോളണ്ടറി സർവീസ് പോലെ, അതായത് നമ്മളിപ്പോൾ സന്നദ്ധരായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു അലാമിങ് ആയിട്ടൊരു സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് കുറേയധികം ഫോഴ്സ് ചെയ്യുന്ന ആൾക്കാർ വേണം. ഈ ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്, അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന, പബ്ലിക്കിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ. ഈ 18-നും 60-നും വയസ്സിലും ഇടയ്ക്ക് പ്രായമുള്ള വ്യക്തികളെയാണ് ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്തും ചെയ്യാനുള്ള സന്നദ്ധ സേവനം അവർക്ക് ഉണ്ടായിരിക്കണം. അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഇവരെ അതിലേക്ക് പോസ്റ്റ് ചെയ്യും. ഇപ്പം നമ്മളെ ഈ പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, കുറേ ഇടത്തുനിന്ന് സേനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട്, അതായത് സോമനസാലെ യുവാക്കൾക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ ഉള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. ഇവരെ നിയമിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയാണ്. പിന്നെ ഇത് ഒരിക്കലും പെർമനന്റ് സർവീസ് അല്ല, അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞു, ഡൺ. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. നിങ്ങൾ പോലീസായി 117 വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ അല്ലേ? നിങ്ങൾ പോലീസായി കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങളെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തുന്നു, വന്ന് ഉപദ്രവിക്കുവാണ്, എങ്ങനെയും പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് 6 മാസം തടവാണ് കൊടുക്കുന്നത്. 117 വകുപ്പ് 6 മാസം തടവ്. ഓക്കെ, അതൊരു ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. 3 വർഷം തടവാണ് കൊടുക്കുന്നത്. 3 വർഷം തടവ്, 3 വർഷം. ഞാൻ ഈ 117 എന്നുള്ള വകുപ്പിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തു പോയി. 3 വർഷം തടവാണ് കൊടുക്കുക. കാരണം അത് ഗ്രേവ് ഒഫൻസ് ആണ് അല്ലേ, വലിയ ഒഫൻസ് ആണ്. നോക്കിയേ, കേരള പോലീസ് എന്ന് പറയുന്നത് എന്താ, നല്ലൊരു യൂണിഫോം ഫോഴ്സ് ആണ്. ആ ഫോഴ്സിനെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക, അവർക്ക് കിട്ടുന്ന കുറ്റം എന്ന് പറയുന്നത് 3 വർഷം തടവ്, ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവുക. വിവരാവകാശ നിയമത്തിൽ നമുക്കൊരു നിയമമുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ നിയമമുണ്ട്. വിവരാവകാശ നിയമത്തിൽ അതിനെയാണ് നമ്മൾ RTI ആക്ട്. നമ്മൾ അപേക്ഷ കൊടുക്കത്തില്ലേ, 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ തയ്യാറാക്കി ടു ദി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം അതിനെയാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരമാണ് അപേക്ഷ കൊടുക്കുന്നത്. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം 3-ാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക? അതായത് ഓഫീസറിന്റെ കയ്യിൽ ഒരു 3-ാം കക്ഷിയുടെ വിവരം ഉണ്ട്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ കയ്യിൽ, നമ്മളത് ആവശ്യപ്പെടുന്നു. പക്ഷേ അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചടങ്ങുണ്ട്. എന്താണെന്നറിയാമോ? 3-ാം കക്ഷിയുടെ സമ്മതത്തോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലാതെ അത് ചെയ്യാൻ പാടില്ല. കാരണം അത് വെളിപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. വെളിപ്പെടുത്താൻ കഴിയുക, അത് 3-ാം കക്ഷിയുടെ ഈ ഓപ്ഷൻ ശരിയാണ്, പക്ഷേ ഇത് പൂർണ്ണമായും ശരിയല്ല. നമ്മളിത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറപ്പിക്കും, പക്ഷേ ഇത് പൂർണ്ണമായിട്ട് ശരിയല്ല. ഓക്കെ, അത് എപ്പോഴാണ് കഴിയുക എന്നറിയാമോ? പൊതുവിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും 3-ാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ മാത്രം. അതായത് ഇപ്പം നമ്മളിപ്പം 3-ാം കക്ഷി ഒരു തേർഡ് പേഴ്സണെ കുറിച്ചുള്ള വിവരമാണ്. ഇപ്പം ഞാനൊരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്, എൻ്റെ കയ്യിൽ ഒരു തേർഡ് പേഴ്സണിൻ്റെ വിവരമുണ്ട്. നിങ്ങളത് അറിഞ്ഞു വെച്ചിട്ട് വരുവാണ്, അയാളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇന്ന കാര്യങ്ങൾ, അയാളുടെ വസ്തുവകകൾ, ഇന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിവരം വേണം എന്നും പറഞ്ഞ് നിങ്ങൾ വരുന്നു. അപ്പോൾ ഞാനത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ടോ? അത് എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക? നിങ്ങളുടെ ഒരു കൺസെന്റ് വേണം. അതായത് നിങ്ങളോട് ചോദിക്കണം, ഞാൻ ഇത് കൊടുക്കാമോ ഇല്ലയോ എന്ന് ചോദിക്കണം. അപ്പൊ ഈ ഓപ്ഷൻ മാത്രം എഴുതിയാൽ ശരിയാവത്തില്ല, ഇതും കൂടെ വേണം. വിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാ. ഇത് മാത്രം അപ്പൊ എങ്ങനെയാ ശരിയാവുന്നത്? ഈ ഓപ്ഷൻ റോങ് ആണ്.
ഇത് പൂർണ്ണമായും ശരിയല്ല. ഓക്കെ, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഇത് പൂർണ്ണമായി, ഇത് മാത്രം, ദിസ് എലോൺ ഈസ് നോട്ട് കറക്റ്റ്. ഇത് കൂട്ടി മാത്രം കറക്റ്റ് അല്ല, ഇതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ വരുന്നുണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതൊന്നുമില്ല, ഇതുമില്ല. പിന്നെ ഏതാണ് ശരി? പൊതുവിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് കൊടുക്കാൻ കഴിയുക. അപ്പൊ അതും ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത്, ഓക്കെ, നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തല്ലേ. നമ്മളുടെ കോഴ്സ് ഫാൽക്കൺ PSCയുടെ കംപ്ലീറ്റ് GK ബ്രഹ്മാസ്ത്ര 2.0 ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, ഈ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ ഒരു കോഴ്സ് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അതിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺവീനിയൻ്റ് ആയ ഫോമിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നമ്മളത് ഡിസ്കസ് ചെയ്ത് വീണ്ടും വീണ്ടും പറഞ്ഞു തരും. ഓക്കെ, കാരണം അത് നിങ്ങളിൽ പൂർണ്ണതയോടെ നേടണം, അതാണ് നമ്മളുടെ ഉദ്ദേശം. നിങ്ങളെ യൂണിഫോം അണിയിക്കുക എന്നുള്ളതാണ് ഫാൽക്കൺ PSCയുടെ മെയിൻ ആയിട്ടുള്ള ഇന്റൻഷൻ അല്ലേ. നമുക്കൊരു ഇപ്പം നമ്മൾ പറയും ഒരു ക്രൈം ചെയ്യാൻ വേണ്ടി ഇന്റൻഷൻ വേണം, പ്രിപ്പറേഷൻ വേണം, അറ്റംപ്റ്റ് വേണം, മോട്ടീവ് വേണം എന്നൊക്കെ പറയും. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യാൻ കഴിയൂ. പക്ഷെ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റകൃത്യം അല്ല, വളരെ നിങ്ങളെ യൂണിഫോം ഫോഴ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും നമുക്ക് അതിനുള്ള ഇന്റൻഷൻ ഉണ്ട്, ഞങ്ങളത് പ്രിപ്പയർഡ് ആണ്, അറ്റംപ്റ്റ് ഉണ്ട്. ഇനി അതിൻ്റെ ഒരു ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. IT ആക്ട് സെക്ഷൻ 66F പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത്? എന്താണെന്നറിയാമോ? അതായത് നമ്മളിപ്പോ സൈബർ ടെററിസം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ 66F കൊടുക്കുക. ഓക്കെ, നമ്മളിതിനെ സൈബർ ടെററിസം എന്നാണ് ജനറലി നമ്മൾ ഈ ഒരു കാര്യത്തിനെ പറയുന്നത്. അതായത് സെക്ഷൻ 66F ഡീൽ ചെയ്യുന്നത് സൈബർ ടെററിസം ആണ്. സൈബർ ടെററിസം. ഓക്കെ, അതായത് നിങ്ങൾ ഒരു സംരക്ഷിത സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ആക്സസ് നേടുന്നു, എന്നിട്ട് സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പക്ഷെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTI നിയമത്തിലെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധ്യത? സെക്ഷൻ 8 ക്ലോസ് 1 ക്ലോസ് I. ഓക്കെ, എന്താണെന്നറിയാമോ? ഇപ്പൊ നമ്മൾ ക്യാബിനറ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ചെറിയ പോളിസികളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെയാണ്. ആ വിവരങ്ങളൊക്കെ നമ്മൾ അഭ്യർത്ഥിക്കുമ്പോഴത്തേക്കും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ അദ്ദേഹം അത് നിരസിച്ചു. അപ്പം ഈ നിരസിക്കുന്നത് 8 ക്ലോസ് 1 ക്ലോസ് I പ്രകാരം അദ്ദേഹത്തിനെ ന്യായീകരിക്കും. എന്താണെന്നറിയാമോ? അത് വളരെയധികം കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനാണ്, അതൊന്നും നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ആൻസർ അതാണ്. ഓക്കെ, BNSS വകുപ്പുകൾ 168 മുതൽ 172 പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? എന്താണെന്നറിയാമോ? കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക. അതായത് 168 മുതൽ 172 വരെയുള്ള വകുപ്പുകൾ കൃത്യമായിട്ട് നമുക്ക് പറയുന്നുണ്ട്, കുറ്റമുണ്ടാക്കാതെ അല്ലെ, ഒരു ഒഫൻസ് വരാതെ തടയുക എന്നുള്ളതാണ്, കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക എന്നുള്ളതാണ് 168 മുതൽ 72 വരെ. കോടതിയുടെ അധികാരങ്ങൾ കുറയ്ക്കുക അതല്ല, ജാമ്യം നിഷേധിക്കാൻ അതുമല്ല, വാറന്റ് അറസ്റ്റ് ഇല്ലാതെ അറസ്റ്റ് ഒന്നുമല്ല, കുറ്റകൃത്യം സംഭവിക്കാതെ അതിനെ തടയുക എന്നുള്ളതാണ് BNS വകുപ്പിന്റെ ഈ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. 168 മുതൽ 172 വരെയുള്ള വകുപ്പുകൾ ആ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് IT ആക്ട് 2000 67B വകുപ്പ് പ്രകാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണെന്നറിയാമോ? IT ആക്ടിലെ 67B എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, 67B. ഓക്കെ, ഇത് കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കലാണ് ഇതിന്റെ ഉത്തരം. 67B, അതായത് കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ലൈംഗികതയൊന്നും പ്രകടിപ്പിക്കാൻ പാടില്ല, അതൊന്നും പ്രദർശിപ്പിക്കാനോ അതൊന്നും ഉള്ളടക്കങ്ങളൊന്നും എങ്ങും കൊണ്ടുവന്ന് ഷെയർ ചെയ്യാനോ പാടില്ല. നമ്മൾ കുട്ടികളെന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ഏറ്റവും
ഏറ്റവും മികച്ച നേട്ടമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. കുട്ടികളില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതി തന്നെ അവരിൽ നിക്ഷിപ്തമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ പോണോഗ്രഫി, അവരുടെ അശ്ലീല പ്രദർശനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം, ഇതൊന്നും പാടില്ല. നമ്മുടെ കേരള പോലീസിന്റെ ഒരു സ്കീമുണ്ട്, എന്താണെന്നറിയാമോ? പി ഹണ്ട്. വെറും പി ഹണ്ട് അല്ല, ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കേരള പോലീസിന്റെ ഒരു സ്കീമുണ്ട്. അതായത് ഈ പോണോഗ്രഫി കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത് കാണുക, ചൈൽഡ് പോണോഗ്രഫി അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അവരെ ശിക്ഷിക്കുകയും അവർക്ക് പരമാവധി പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മളുടെ ഈ 67B ഇതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്നു. ഓപ്പറേഷൻ പി ഹണ്ട് നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. ഒന്നെന്താണ്? 67B എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കലാണ്, അത് കുറ്റകൃത്യമാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു അഡീഷണൽ ബോണസ് അറിവും കൂടെ തരുന്നു. എന്താണെന്നറിയാവോ? ഓപ്പറേഷൻ പി ഹണ്ട് കേരള പോലീസിന്റെ ചൈൽഡ് പോണോഗ്രഫി പ്രിവെന്റ് ചെയ്യാനുള്ള, ഇല്ലാതാക്കാനുള്ള ഏറ്റവും വലിയ ഓപ്പറേഷനാണ് പി ഹണ്ട്. ഒരുപാട് അറസ്റ്റ് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പോയി കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്താൽ മതി, ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ കൂട്ടത്തിൽ ഈ ആൻസറും കൂടെ എന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുമല്ലോ. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തന്റെ വീട്ടിൽ നിന്ന് മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും? മനഃപൂർവ്വം ഒരു വ്യക്തി, NDPS നിയമം എന്ന് പറയുമ്പോഴേ നമ്മൾ എന്താണെന്നറിയാമോ? നാർക്കോട്ടിക് ഡ്രഗ്, അതിൻ്റെ അതായത് നമ്മൾ ചില ഡ്രഗ്സ് ഒക്കെ, കൊക്കൈൻ, കഞ്ചാവ്, ഇതൊക്കെ എന്താ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ഈ ഡ്രഗ്സ് ഒക്കെ കൈവശം വയ്ക്കാനായിട്ട് മനഃപൂർവ്വം അനുവദിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വെക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ ഏത് വകുപ്പ് പ്രകാരം? ഇതാണ് ഉത്തരം. മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം ഞാൻ ബാധ്യസ്ഥരാണ്. കാരണം എൻ്റെ പരിസരത്ത്, എൻ്റെ വീടിൻ്റെ പരിസരത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് കഞ്ചാവ് കൃഷി നടത്തുന്നു, കണ്ടാൽ മതി, 25 പ്രകാരം ഞാൻ അകത്ത് പോവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു. എളുപ്പമാണല്ലോ അത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇനി പറയുന്ന സാഹചര്യങ്ങൾ ഏതാണ് NDPS ആക്ടിന്റെ 31A ചുമത്താൻ സാധ്യതയുള്ളത്? 31A എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? വാണിജ്യ അളവിലുള്ള മരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യം. അതായത് ഈ സെയിൽ ചെയ്യുന്ന ഒരു മരുന്നുകൾ ഉൾപ്പെടെ ആവർത്തിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കുറ്റവാളിയാകുമ്പോഴത്തേക്കും 31A പ്രകാരം എനിക്കെതിരെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്ഥിരം എൻ്റെ പണി ഇതാണ്, കഞ്ചാവ് കൃഷി, കഞ്ചാവ് വിൽപ്പന. സോ വാണിജ്യ അളവിലുള്ള മരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യം. അതും ക്ലിയർ ആണല്ലോ. നമ്മളത് ആവർത്തിച്ച് ഉള്ള കുറ്റം ഒരു വൺസ് ചെയ്തു, വീണ്ടും ചെയ്തു. അപ്പം 31A പ്രകാരം വീണ്ടും ഞാൻ ആരായിക്കൊണ്ടിരുന്നു? കുറ്റവാളി ആയിക്കൊണ്ടിരുന്നു. ഇനി വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായി കരുതപ്പെടുന്നത്? നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമം സെക്ഷൻ 3 എന്താണെന്നറിയാമോ? നമ്മളുടെ ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു തിരികൽ, ഇതിനെയാണ് നമ്മൾ നുഴഞ്ഞുകയറ്റ കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് ഭയങ്കര ഗ്രേവ് ആയിട്ടുള്ള, ഭയങ്കര കുറ്റകരമായിട്ടുള്ള ഒഫൻസ് ആണ് സെക്ഷൻ 3, കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു തിരികൽ. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. സെക്ഷൻ 3 ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പോക്സോ നിയമത്തിലെ വകുപ്പ് 22 തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. അതായത് തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നു, അതിനുള്ള ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അതായത് തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ കൊടുക്കുന്നു. ഇനി ഞാൻ പറയുന്ന പ്രസ്താവനകളിൽ ഒരു കാര്യം ശരിയാണ്. ഏതാണ് ശരി? ഏതാണെന്നറിയാമോ? ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല. കാരണം കുട്ടിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ പോക്സോ ആക്ട് എന്ന് പറയുന്നത് കുട്ടിയെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും സംരക്ഷിക്കുന്ന നിയമമാണ്. അപ്പം
ഒരു കുട്ടി ഒരു ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ചിലപ്പം തെറ്റായ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ശിക്ഷാർഹം അല്ല. ഇത് പക്ഷേ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇതിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അത് അപ് ടു യു, നിങ്ങൾക്ക് വിട്ടു തരുന്നു. അതൊന്ന് ചിന്തിച്ച് നോക്കുക. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഫേക്ക് കംപ്ലൈന്റുകൾ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് എത്രമാത്രം തെറ്റ് ചെയ്യാത്ത ഇന്നസെന്റ് ആയ ആൾക്കാരെ ബാധിക്കും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഇനി വന്നെന്ന് വരാം അല്ലേ? അമെന്റ്മെന്റ്സ് എപ്പോൾ വേണേലും വരാമല്ലോ. പിന്നെ പോക്സോ ആക്ട് പറയുമ്പോൾ ഒരു അഡീഷണൽ നോളജ് തരട്ടെ. എന്താണെന്നറിയോ? പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണെന്നറിയോ? 2012. അത് ഏത് ദിവസമാണെന്നറിയാമോ? ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ദിസ് ഈസ് ശിശുദിനം അല്ലേ? അപ്പൊ കുട്ടികൾക്കുള്ള സമ്മാനം എന്ന നിലയിലാണ് ഈ ദിവസം, ഈ നവംബർ 14 നമ്മുടെ പോക്സോ ആക്ട് നിലവിൽ വന്നത്. ഇനിയെന്ന് പറഞ്ഞ BNSS എന്നാ 1/7/2024. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്തു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഒരുപാട് ലീഗൽ നോളജ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എൻ്റെ ചെറിയൊരു അറ്റംപ്റ്റ് ആണ് ഉണ്ടായത്. അത് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടിയും ഈ സബ്ജക്റ്റുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഇതിലേക്ക് ധാരണയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടോണ്ടിരുന്നു, അതിന് തന്നെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദിക്കണം. നമ്മൾ വളരെ വൈഡായിട്ട് ഈ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു പൂർണ്ണമായ സപ്പോർട്ടും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ, കാരണം നിങ്ങളാണ് നീഡി, നിങ്ങളാണ് ബെനിഫിഷ്യറി. അപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കുവാണ്. നിങ്ങൾക്ക് ഒരു യൂണിഫോം അണിയുന്നതിന് വേണ്ടി അല്ലേ, നിങ്ങളെ ഒരു മാന്യമായ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫാൽക്കൺ PSCയുടെ കംപ്ലീറ്റ് അറ്റംപ്റ്റും നിങ്ങളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ കഴിയും. എല്ലാവർക്കും ചെയ്യുന്ന പോലെ തന്നെ എല്ലാവർക്കും എത്താൻ കഴിയുന്ന പോലെ തന്നെ നിങ്ങളിലേക്കും എത്താൻ കഴിയും. ഏത് സമയത്തായാണെങ്കിലും നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ കഴിയും. സംശയങ്ങളെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ കഴിയും. വലിയൊരു അവസരമായിട്ട് നിങ്ങളിത് എടുത്തിട്ട് നല്ലൊരു അറ്റംപ്റ്റിലേക്ക് വന്ന് നല്ലൊരു യൂണിഫോം സർവീസിലേക്ക് എത്തുക. ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അത് നിങ്ങൾക്കൊരു ഹാർദവമായ ഒരു അവസരമാണ് തരുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തുക. അപ്പോൾ വീണ്ടും പറയുന്നു, കംപ്ലീറ്റ് GKയുടെ കോഴ്സ് അവൈലബിൾ ആണ്. നമ്മളുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോഴ്സ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തും. കാരണം യൂണിഫോം അണിഞ്ഞ് നിങ്ങൾ സർവീസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഫാൽക്കൺ PSC നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. അപ്പോൾ എല്ലാ പിന്തുണയ്ക്കും സപ്പോർട്ടിനും ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഹെൽപ്പിനും നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണെന്ന് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും ചോദിക്കണം. നമ്മളൊരു വൈഡായ ക്ലാസ്സിലേക്ക് ഈ ഒരു കോഴ്സിൻ്റെ തന്നെ എൻ്റെ ഒരു എക്സാമിലേക്ക് തന്നെ ഒരു 13 അല്ലെങ്കിൽ 15 മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സമയത്തിലേക്കുള്ളിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലേക്കാണ് ഇതിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും ഇതുവരെയുള്ള സപ്പോർട്ടിനും നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക്